നമ്മുടെ കൊച്ചു കേരളത്തിൽ അമ്മ പറയാണ്, മകൻ ജയിലിൽ നിന്നിറങ്ങിയാൽ അടുത്ത ഇര ഞാനായിരിക്കുമെന്ന്. മകൻ എങ്ങനെ ജയിലിലെത്തിയത്? മകൻ അച്ഛനെ കൊന്ന് ജയിലിൽ പോയതാണ്. ആ അമ്മ പറയാണ്, അച്ഛനെ കൊന്ന് ജയിലിൽ പോയ മകൻ ഇനി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അടുത്ത ഇര താനായിരിക്കുമെന്ന്. എവിടേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്? നമ്മുടെ നാടിൻ്റെ പോക്ക് എവിടേക്കാണ്? വളരെ വിഷമം തോന്നി. കാരണം ഒരു ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി. നമുക്കറിയാം, ഏതൊരു കുട്ടിയാണെങ്കിലും, മനുഷ്യൻ്റെ കുട്ടിയായിക്കോട്ടെ, ഏത് ജീവിയുടെ കുട്ടിയാണെങ്കിലും ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും അത്? പല സഹായമില്ലാതെ ഒന്നും നടക്കില്ല, കളിച്ച് കിടക്കുന്നൊരു സമയം. അങ്ങനെ കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി താലോലിച്ച് വളർത്തി, കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തി, നാളെ ഞങ്ങൾക്കൊരു താങ്ങാകുമെന്ന്, തണലാകുമെന്ന് പ്രതീക്ഷിച്ച മകൻ അല്ലെങ്കിൽ മക്കൾ, പൊന്നുമക്കൾ വഴിതെറ്റിപ്പോകുന്ന ദാരുണമായ സംഭവം. ഒരമ്മ പറയാണ്. അമ്മ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും അവനെ പേടിച്ചിട്ടാണ്. ആ മകൻ്റെ പ്രായം ഇപ്പോൾ എത്ര? 28. അന്ന് 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഞങ്ങൾ അവനെ ഭയന്നിട്ടാണ് കഴിയുന്നതെന്ന്. മകനോ വിദ്യാഭ്യാസമില്ലാത്തവനാണോ? കോവിഡ് കാലം വരെ ചൈനയിൽ മെഡിസിൻ പഠിച്ച് കോവിഡ് കാലത്ത് നാട്ടിലേക്ക് പോരേണ്ടി വന്ന് ആ പഠനം പാതിയിൽ ഉപേക്ഷിച്ച് ഫിലിം സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലോ സാമ്പത്തികത്തിലോ അല്ല അവരുടെ പ്രശ്നം, ധാർമ്മികതയിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ യുവത വഴിതെറ്റിപ്പോകുന്ന എന്തോ ഒരു കാര്യത്തിൽ ആ കുട്ടി അടിമപ്പെട്ടു എന്നതിലാണ്. സ്വന്തം പിതാവിനെ കൊന്ന് പറഞ്ഞ കാരണം എന്താണ്? എന്നെ സ്വന്തം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നത്. അവൻ ചിന്തിക്കേണ്ടത് എന്താ? അവൻ നിൽക്കുന്ന 2 കാലിൽ നിൽക്കാൻ അവനെ പ്രാപ്തരാക്കിയത്, പഠിപ്പിച്ചതാരാ? ആരാ പഠിപ്പിച്ചത്? മാതാപിതാക്കളല്ലേ. നമ്മളൊക്കെ മാതാപിതാക്കളല്ലേ. ഇപ്പം നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു. മുട്ടുകുത്തുമ്പോൾ കൈ പിടിച്ച് പതുക്കെ നടത്തി കാലുറക്കുവോളം, നടത്തം ലെവലാകുവോളം നമ്മളൊരു കൈ താങ്ങ് കൊടുത്തിട്ടല്ലേ നടത്തിക്കുന്നത്. അപ്പോൾ ആ നടത്തത്തിൻ്റെ നടക്കാൻ പഠിപ്പിച്ചതാരാ? കൈ പിടിച്ചതാരാണ്? ഈ ലെവലിൽ നിൽക്കാൻ സഹായിച്ചതാരാണ്? ഇപ്പം ആ പറയാൻ വരെ അദ്ദേഹത്തിന് ഉണ്ടാവാനും ആ നാവിന് വരെ ആരോഗ്യം ഉണ്ടാകാനും ഈ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തതാരാണ്? ഒക്കെ മാതാപിതാക്കളല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.